മൈ ഡിയേഴ്സ്, അഞ്ജു മിസ് ആണ്. നമ്മുടെ ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യരും എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഒരു വൺ ഷോട്ട് ലൈവ് ക്ലാസ്സിലൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫുൾ സെറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും മക്കൾ ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കാരണം ഓണം എക്സാമിന് ഈ ചാപ്റ്റർ വരുന്നതാണ്, നമുക്ക് തകർത്ത് എക്സാം എഴുതാനുള്ളതാണ്. അപ്പോൾ മക്കളെ, മിസ് ഇപ്പം വന്നിരിക്കുന്നത് ഇതിനൊന്നുമല്ല. നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുന്നത് എക്സാമിന് വേണ്ടി മാത്രമാണോ? ഈ ചാപ്റ്ററുകളിൽ നിന്നൊക്കെ ഒരുപാട് മെസ്സേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് ആൻഡ് ഹ്യൂമൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ് ആദിമ മനുഷ്യർ ഭക്ഷണമൊക്കെ കണ്ടെത്തിയിരുന്നത്, ഭക്ഷണമൊക്കെ ഗ്യാദർ ചെയ്തിരുന്നത്, എന്നിട്ട് അവരെങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്ന് അവസാനം ഒരു കാര്യത്തിലേക്ക് എൻഡ് ചെയ്യുന്നുണ്ട്. അതായത് എത്രയോ പാവങ്ങൾ ഭക്ഷണം കിട്ടാതെ, അതേപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, സ്റ്റാവേഷൻ അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേര്. നമ്മളെ കാര്യം ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാ നേരവും 4 നേരം കഴിക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണമുണ്ട് അല്ലേ? നമുക്ക് ഒരു കുറവുമില്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പലരും ഉണ്ട്, നിങ്ങൾ ആലോചിച്ചാൽ മതി. പലരുണ്ട്, എനിക്കിത് വേണ്ട, എനിക്കത് ഇഷ്ടമില്ല, എനിക്ക് വേണ്ട. പിന്നെ ഒരുപാട് പേര് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് തരും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഫുഡ് വാങ്ങിക്കും, കുറച്ച് കഴിക്കും, വേസ്റ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കുട്ടികളാണെന്നറിയോ? ഒരു ചോറ്, ഒരു വറ്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഇത്തിരി ചോറ് അല്ലെങ്കിൽ ഇത്തിരി കറി, എന്തെങ്കിലും ഇത്തിരി വെള്ളം, അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതായത് സൊമാലിയയിലൊക്കെ കുട്ടികളുടെ കഥകൾ, ആ ന്യൂസ് കട്ടിംഗ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഡോണ്ട് വേസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾ സ്വീകരിക്കുക, ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുക. ഇനി അങ്ങോട്ട് എൻ്റെ മക്കൾ ഒരാൾ പോലും ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾക്ക് എത്ര ഭക്ഷണമാണോ വേണ്ടത് അത് മാത്രം വാങ്ങിക്കുക, അത് കഴിക്കുക. അല്ലാതെ വേസ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഫുഡ് എടുക്കരുത്. ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യാതെ നോക്കുക. ഓക്കെ, അപ്പം മക്കളെ ഒന്നും കൂടെ പറയുകയാണ്, ആഹാരം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഓക്കെ.